പ്രിയ പ്രേക്ഷകരെ, ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് സ്വാഗതം. ഇത് ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ ഹിമാലയം. സമുദ്രനിരപ്പിൽ നിന്ന് 5029 മീറ്റർ ഉയരത്തിൽ ത്രിശൂൽ പർവ്വതനിരകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു തടാകം. രൂപ്കുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് സൗന്ദര്യമാണെങ്കിലും ഈ തടാകത്തിന് പറയാനുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരണത്തിന്റെയും ദുരൂഹതയുടെയും കഥകളാണ്. ഇതിനെ അസ്ഥികൂടങ്ങളുടെ തടാകം അഥവാ സ്കെലറ്റൻ ലേക്ക് എന്ന് വിളിക്കാൻ കാരണമുണ്ട്. വർഷത്തിൽ ഭൂരിഭാഗവും തണുത്തുറഞ്ഞു കിടക്കുന്ന ഈ തടാകം വേനൽക്കാലത്ത് മഞ്ഞുരുകി മാറുമ്പോൾ ഒരു ഭീകരമായ സത്യം പുറത്തുവിടും. തടാകത്തിന്റെ അടിത്തട്ടിൽ മനുഷ്യന്റെ നൂറുകണക്കിന് അസ്ഥികൂടങ്ങൾ. ഏകദേശം 600നും 800നും ഇടയിൽ മനുഷ്യശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ ചിതറിക്കിടക്കുന്നു. ഈ മൃതദേഹങ്ങൾ ആരുടേതാണ്? എങ്ങനെയാണ് ഒരൊറ്റ സ്ഥലത്ത് ഇത്രയധികം ആളുകൾ മരിച്ചു വീണത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്രയാണ് രൂപ്കുണ്ട് തടാകം നമുക്ക് മുന്നിൽ തുറന്നുവിടുന്നത്. ഈ ഞെട്ടിക്കുന്ന കാഴ്ച ലോകം ആദ്യമായി കണ്ടത് 1942-ലാണ്. ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് റേഞ്ചറായിരുന്ന HK മാധ്വാളാണ് ഈ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നത്. അന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലമായതിനാൽ മരിച്ചവർ ജാപ്പനീസ് സൈനികരാണോ എന്ന ഭയം അധികാരികൾക്കുണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രീയ പഠനങ്ങൾ ഈ ആദ്യ ധാരണകളെ തകിടം മറിച്ചു. രൂപ്കുണ്ട് ഒരു ചരിത്രപരമായ കൊലക്കളമായിരുന്നില്ല, മറിച്ച് കാലം സൂക്ഷിച്ച ഒരു നിഗൂഢതയായിരുന്നു. അസ്ഥികൂടങ്ങൾക്കൊപ്പം തുകൽച്ചെരുപ്പുകൾ, ഇരുമ്പ് ആയുധങ്ങൾ, വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയും കണ്ടെടുത്തിരുന്നു. 1950കളിലും 2004ലും നടന്ന റേഡിയോ കാർബൺ ഡേറ്റിംഗ് പഠനങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഈ അസ്ഥികൂടങ്ങളിൽ ഭൂരിഭാഗവും ഏകദേശം AD 850 കാലഘട്ടത്തിൽ മരിച്ചവരുടേതാണ്, അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ജാപ്പനീസ് സൈനികരെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ തകർന്നു വീണു. അപ്പോൾ ആരാണവർ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശാസ്ത്രത്തിനു മുൻപ് രംഗത്തെത്തിയത് പ്രദേശവാസികളുടെ നാടോടി കഥകളാണ്. രൂപ്കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് നന്ദാദേവിയുടെ ആരാധനാ കേന്ദ്രത്തിന് അടുത്താണ്. ഓരോ 12 വർഷത്തിലും ഇവിടെ നടക്കുന്ന നന്ദാദേവി രാജ് ജാട്ട് എന്ന തീർത്ഥാടനവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കഥകൾ. കനൌജിലെ രാജാവായിരുന്ന ജസ്ദാവലും ഗർഭിണിയായ അദ്ദേഹത്തിന്റെ രാജ്ഞിയും അവരുടെ പരിവാരങ്ങളും തീർത്ഥാടനത്തിനായി ഇവിടെയെത്തി. രാജകീയമായ ആർഭാടങ്ങളോടും ഉച്ചത്തിലുള്ള ആഘോഷങ്ങളോടും കൂടിയായിരുന്നു അവരുടെ യാത്ര. ഇത് പ്രദേശത്തെ പരിശുദ്ധമായ അന്തരീക്ഷത്തിന് വിരുദ്ധമായിരുന്നു. പുരാണങ്ങൾ പറയുന്നത് ദേവിയുടെ കോപം അവരെ പിടികൂടിയെന്നാണ്. ആകാശത്തുനിന്ന് ക്രിക്കറ്റ് ബോളിന്റെ വലുപ്പത്തിലുള്ള ആലിപ്പഴം വർഷിച്ച് ദേവി അവരെ ശിക്ഷിച്ചു. ശാസ്ത്രീയ പരിശോധനകളിൽ തലയോട്ടിയിൽ കണ്ട ക്ഷതങ്ങൾ ഈ ഐതിഹ്യത്തെ പിന്തുണയ്ക്കുന്നതായി തോന്നി. കഠിനമായ ആലിപ്പഴ വർഷത്തിൽ തലയ്ക്കും തോളുകൾക്കും മാത്രം ക്ഷതമേറ്റാണ് അവർ കൂട്ടത്തോടെ മരിച്ചത് എന്ന നിഗമനത്തിൽ ശാസ്ത്രലോകം എത്തിച്ചേർന്നു. ഒരു വിശ്വസനീയമായ ഉത്തരം ലഭിച്ചു എന്ന് കരുതിയിരുന്ന സമയത്താണ് 2019ൽ ഹാർവാർഡ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിലെ ഗവേഷകർ അസ്ഥികൂടങ്ങളിൽ DNA പഠനം നടത്തുന്നത്. ആ പഠനം രൂപ്കുണ്ട് തടാകത്തിലെ നിഗൂഢതയെ വീണ്ടും സങ്കീർണമാക്കി. DNA ഫലങ്ങൾ കാണിച്ചത് ഈ അസ്ഥികൂടങ്ങൾ എല്ലാം ഒരേ കാലഘട്ടത്തിൽ മരിച്ചവരല്ല എന്നതാണ്. മാത്രമല്ല, അവർ ഒരേ വംശത്തിൽപ്പെട്ടവരുമല്ല. ഈ മൃതദേഹങ്ങൾ പ്രധാനമായും 3 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഗ്രൂപ്പ് 1 ദക്ഷിണേഷ്യൻ വംശജർ. ഭൂരിഭാഗം ആളുകളും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഇവരാണ് AD 850 കാലഘട്ടത്തിൽ മരിച്ച തീർത്ഥാടകർ. ഗ്രൂപ്പ് 2 കിഴക്കൻ മെഡിറ്ററേനിയൻ വംശജർ. ഗ്രീസ് അല്ലെങ്കിൽ ക്രീറ്റ് ദ്വീപ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധമുള്ള കുറച്ചാളുകൾ. ഏറ്റവും ഞെട്ടിച്ചത് അവരുടെ മരണസമയമാണ്. ഇവർ മരിച്ചത് വെറും 200 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 19ാം നൂറ്റാണ്ടിലാണ്. ഗ്രൂപ്പ് 3 തെക്കുകിഴക്കൻ ഏഷ്യൻ വംശജൻ. 19ാം നൂറ്റാണ്ടിൽ മരിച്ച ഒരാൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ആദ്യത്തെ കൂട്ടർ തീർത്ഥാടകരാണെന്ന് വിശ്വസിക്കാമെങ്കിലും 19ാം നൂറ്റാണ്ടിൽ കിഴക്കൻ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സംഘം എങ്ങനെ ഈ വിദൂര ഹിമാലയൻ താഴ്വരയിലെത്തി? അവർ എന്തിനുവേണ്ടി യാത്ര ചെയ്തു? ആരെങ്കിലും അവരെ കൊലപ്പെടുത്തിയതാണോ? അതോ അവർ ഒരുമിച്ചൊരു ദുരന്തത്തിൽപ്പെട്ടതാണോ? ഒരു ഗ്രൂപ്പിന് സംഭവിച്ച ദുരന്തം നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ സ്ഥലത്ത് മറ്റൊരു ഗ്രൂപ്പിനും എങ്ങനെ സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല. രൂപ്കുണ്ട് തടാകം ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന DNA നിഗൂഢതകളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. നിഗൂഢതകൾക്കൊപ്പം രൂപ്കുണ്ട് ഇന്ന് സാഹസികരായ യാത്രക്കാർക്ക് പ്രിയപ്പെട്ട ട്രെക്കിംഗ് കേന്ദ്രം കൂടിയാണ്. ഏകദേശം 30 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള കഠിനമായ ഈ യാത്ര സാഹസികതയുടെ അങ്ങേയറ്റമാണ്. ലോഹജുങ് അല്ലെങ്കിൽ വാൻ ഗ്രാമങ്ങളാണ് ഇതിന്റെ ബേസ് ക്യാമ്പുകൾ. ഈ യാത്ര അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുമെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ആത്യന്തികമായി ആ തടാകത്തിന്റെ അടുത്ത് എത്തിച്ചേരുന്നവർ അവിടെ ഉറങ്ങിക്കിടക്കുന്ന 100 കണക്കിന് വർഷം പഴക്കമുള്ള രഹസ്യങ്ങൾക്ക് മുകളിലൂടെയാണ് നടക്കുന്നത്. നിർഭാഗ്യവശാൽ ടൂറിസത്തിന്റെ വർധനവ് തടാകത്തിന്റെ പരിസ്ഥിതിക്ക് ദോഷം വരുത്തി. ആളുകൾ അസ്ഥികൂടങ്ങൾ വരെ സുവനീറുകളായി എടുത്തുകൊണ്ടുപോയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്നും തടാകം മഞ്ഞുരുകുമ്പോൾ അസ്ഥികൂടങ്ങൾ കാണാമെങ്കിലും അവയുടെ സംരക്ഷണം വലിയൊരു വെല്ലുവിളിയാണ്.
രൂപ്കുണ്ട്. മഞ്ഞിൽ തണുത്തുറഞ്ഞ ഒരു പറ്റം മനുഷ്യരുടെ കഥയാണ് ഈ തടാകം. അവരുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു? അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചോ? അവർ പരസ്പരം സംസാരിച്ചോ? 1000 വർഷങ്ങൾക്കപ്പുറം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ശാസ്ത്രജ്ഞർ ഇന്നും യാത്ര തുടരുകയാണ്. രൂപ്കുണ്ട് ഒരു തടാകമല്ല, അത് ചോദ്യങ്ങൾ നിറഞ്ഞ ഒരു നിശബ്ദ സാക്ഷിയാണ്. ഈ ദുരൂഹതയുടെ കഥ കേട്ടപ്പോൾ നിങ്ങൾക്കെന്തു തോന്നുന്നു? പക്ഷേ നിങ്ങൾക്കാവാം ശരിയായ ഉത്തരം കണ്ടെത്താൻ സാധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ യാത്രാ നിഗൂഢതകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.